പോലെ സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവാദം കൊഴുക്കുകയാണ്. രണ്ട് പക്ഷവും ജയിക്കുന്നതിന് വേണ്ടി ഏത് കളിയും കളിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പരസ്പരമുള്ള വിഴുപ്പലക്കലിലേക്ക് മാറുകയാണ് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. മുമ്പുണ്ടായ പല സംഭവങ്ങളും ഇപ്പോൾ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് താരസംഘടനയിലെ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയുള്ള ആരോപണമാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ഉള്ളത്. അതൊരു മെമ്മറി കാർഡിനെ ചുറ്റിപ്പറ്റിയാണ്. ആ മെമ്മറി കാർഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് കുക്കു പരമേശ്വരൻ ആ മെമ്മറി കാർഡ് സൂക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. നടി പൊന്നമ്മ ബാബു ഇതേക്കുറിച്ച് കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി പ്രതികരിക്കുകയും ഉണ്ടായി. ആ മെമ്മറി കാർഡിൽ സൂപ്പർ താരങ്ങൾക്കെതിരെ പോലും തെളിവുകൾ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ കൊഴുക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെയും ആർക്കൊക്കെതിരെയാണ് മൊഴി നൽകിയത്, ഇതേക്കുറിച്ചുമുള്ള വിവരങ്ങൾ പോലും ആ മെമ്മറി കാർഡിൽ ഉണ്ട് എന്നുള്ള കാര്യവും വിവാദമായി പുറത്തു വരികയാണ്. കുക്കു പരമേശ്വരൻ സിനിമാ മേഖലയിലെ സ്ത്രീകളെ ചതിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിവാദം ഇപ്പോഴും ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്ന തരത്തിൽ പ്രചരിച്ച പേരുകൾ കേന്ദ്രീകരിച്ചും വിവാദം ഇപ്പോൾ കനക്കുകയാണ്. സിനിമാ നയം രൂപീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തുടക്കമാകാനിരിക്കെയാണ് മെമ്മറി കാർഡ് വിവാദവും ഉടലെടുത്തത്. ആദ്യം പൊന്നമ്മ ബാബുവിന്റെ പ്രതികരണം കേൾക്കാം. നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുവാണ്, ലേഡീസ് കൂട്ടായ്മ ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് അടുത്ത തിരുവനന്തപുരത്ത് നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അമ്മയുടെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്ത് തന്നു. പക്ഷേ അതന്ന് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ 2 ക്യാമറ അപ്പുറം ഇപ്പുറം ഓണായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ, നമ്മളത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു. അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയും പ്രിയങ്കയെ കൂടി ചോദിച്ചു, എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞല്ല, നമ്മുടെ ഒരു ഇത് കാണിക്കണമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്ന് അറിയണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതവിടെ വെച്ച് നമ്മൾ ആ കൂട്ടായ്മ നടന്നുമില്ല, പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേളബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു പറച്ചിലുണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലാണ്, ഇത് എവിടെ? പൊന്നമ്മ ബാബു പറഞ്ഞ ആ മെമ്മറി കാർഡിൽ എന്തൊക്കെ വിവരം ഉണ്ട് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് കൊഴുക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്? ആ യോഗത്തിൽ നടിമാർ പറഞ്ഞ കാര്യങ്ങൾ എന്തിന് ഷൂട്ട് ചെയ്തു, അത് പുറത്തെത്തിച്ചു. ഈ മെമ്മറി കാർഡ് ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്? കുക്കു പരമേശ്വരന്റെ കയ്യിലുണ്ടോ, അതോ മറ്റുള്ളവർക്ക് അത് കൈമാറിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ മത്സരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിവാദവും ഉണ്ടായിരിക്കുന്നത്. നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഒട്ടും നല്ല കാര്യങ്ങളല്ല സിനിമാ ലോകത്ത് സംഭവിക്കുന്നത്. ഇന്ന് നയരൂപീകരണത്തിന് വേണ്ടി കോൺക്ലേവ് നടക്കാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള വിവാദങ്ങളും വിഴുപ്പലക്കലുകളും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ അമ്മ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പക്ഷത്തെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണോ, അതോ ഇത്തരത്തിലുള്ള കാര്യം ശരിയാണോ? എങ്ങനെയാണ് സിനിമാ ലോകത്തുള്ളവർ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്? മഞ്ജുഷ, നടി ഉഷ ആയിരുന്നു ആദ്യമായിട്ട് ഈ ഒരു മെമ്മറി കാർഡിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത്. അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നു എന്നത് അറിഞ്ഞതിന് ശേഷം നടി ഉഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഈ കുക്കു പരമേശ്വരൻ അത് യോഗ്യയല്ല, ഇങ്ങനെ ഒരു സ്ഥാനം വഹിക്കുവാനോ മത്സരിക്കുവാനോ യോഗ്യയല്ല. സംഘടനയിൽ തന്നെ പല സ്ത്രീകൾക്കും കുക്കു പരമേശ്വരനെതിരെ എതിർപ്പുണ്ട് എന്നൊരു പരാമർശം ആദ്യം ഉഷ നടത്തുന്നു. ഇതിന് മറുപടിയായാണ് കുക്കു പരമേശ്വരൻ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അതിലൊരു വിശദീകരണം നൽകുന്നത്. ഈ ഉഷ പറഞ്ഞത് 2018 അതായത് മീറ്റു ആരോപണം വന്നതിന് പിന്നാലെ ഇവർ കുറച്ച് സ്ത്രീകൾ, അത് 15 അതിൽ താഴെയുള്ള സ്ത്രീകൾ മാത്രമായിരുന്നു, അവരെല്ലാവരും കൊച്ചി ഹോളിഡേ ഇന്നിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ 3 സബ് കമ്മിറ്റി, അതായത് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 പേരടങ്ങുന്ന 3 പേരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു യോഗം വിളിച്ചത്. അത് അന്തരിച്ച KPSC ലളിത, മറ്റൊന്ന് പൊന്നമ്മ ബാബു, മഞ്ജു പിള്ള, ഇവർ 3 പേരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നു. അതിൽ സ്ത്രീകൾക്ക് സിനിമയിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവരുടെ തുറന്ന ഒരു വേദിയായി, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു വേദിയായി
അതിനെ കണക്കാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു യോഗം തുടങ്ങിയത്. അതിൽ ഉഷയും നടി പ്രിയങ്കയും അടക്കമുള്ള സിനിമാ താരങ്ങൾ, കുക്കു പരമേശ്വരൻ അടക്കമുള്ള വനിതാ താരങ്ങളൊക്കെ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ എല്ലാവരും അവർക്ക് അനുഭവപ്പെട്ട മോശം അനുഭവങ്ങളെക്കുറിച്ചും നല്ല അനുഭവങ്ങളെക്കുറിച്ചും ചില വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞുമൊക്കെയായിരുന്നു അന്ന് ആ യോഗം കഴിഞ്ഞത്. ആ സമയത്ത് ആ സംഭാഷണങ്ങൾ, അവർ അവിടെ നടത്തിയ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഉഷയും പ്രിയങ്കയും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് ഇത് റെക്കോർഡ് ചെയ്തതെന്ന്. അപ്പോൾ കുക്കു പരമേശ്വരൻ, പൊന്നമ്മ ബാബു പറഞ്ഞ മറുപടി, അത് നമുക്ക് ചിലവരെയൊക്കെ ഇത് അറിയിക്കണമല്ലോ, ഇപ്പൊ അമ്മയിലടക്കം ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്, ഇത്രയും ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആ മെമ്മറി കാർഡ് KPC ലളിതയാണ് വാങ്ങിയതെന്നാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. ഈ ഉഷയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു കുക്കു പരമേശ്വരൻ മാധ്യമങ്ങളെ കണ്ടതും ഇക്കാര്യങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ കുക്കു പരമേശ്വരൻ പറയുന്നത് താൻ ആ വേദിയിൽ എത്തുമ്പോൾ പോലും ഒരു ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മൈക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്കോ ആർക്കും കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഈ യോഗം നടക്കുന്നതിന്റെ ഒരു മൂലയിൽ മാത്രമായിരുന്നു ഈ ക്യാമറ സ്ഥാപിച്ചത്. ഈ പരിപാടി കഴിഞ്ഞ ശേഷം KPC ലളിത തന്നെ ആ മെമ്മറി കാർഡ് കൈവശം വെക്കുകയും പിന്നീട് അവർ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് കുക്കു പരമേശ്വരൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം പൊന്നമ്മ ബാബു ആണ് ഈ യോഗം വിളിച്ച് കൂട്ടിയതെന്നായിരുന്നു കുക്കു പരമേശ്വരന്റെ പരാമർശം. ഇതിനെതിരെയായിരുന്നു ഇന്നലെ വൈകുന്നേരം പൊന്നമ്മ ബാബു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അവർ പറയുന്നത് താനല്ല ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്, ആ സബ് കമ്മിറ്റിയിൽ താൻ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് ചില വനിതാ താരങ്ങൾ, താൻ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ KPC ലളിത, താനും മഞ്ജു പിള്ളയും ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകളായി വരുന്നതിനെ ചിലർ എതിർത്തു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ മാധ്യമങ്ങൾ ഒരു വാർത്ത പോലെ വന്നതിന് ശേഷം അപ്പോൾ തന്നെ ഞങ്ങളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും, അത് ഇടവേള ബാബുവാണ് അതിന് നിർദ്ദേശം നൽകിയത്, തങ്ങളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പിന്നീട് ആ കമ്മിറ്റി പോലും ഇല്ലാതാകുകയും ചെയ്തു എന്നാണ് പൊന്നമ്മ ബാബു വെളിപ്പെടുത്തുന്നത്. ഒപ്പം ഈ കുക്കു പരമേശ്വരൻ പറയുന്നത് പോലെയല്ല, താനല്ല അവരെ ആരെയും വിളിച്ചു വരുത്തിയത്, കുക്കു പരമേശ്വരനെയാണ് വിളിച്ചു വരുത്തിയത്, എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. ഈ അമ്മ സംഘടനയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പോലും തനിക്കോ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് മാധ്യമങ്ങളെ കണ്ട് നമുക്കെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ പോലും കുക്കു പരമേശ്വരൻ പറഞ്ഞ പരാമർശം, അത് ചിലവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴട്ടെ എന്ന രീതിയിലുള്ള പരാമർശം പോലും കുക്കു പരമേശ്വരൻ നടത്തി. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, കുക്കു പരമേശ്വരൻ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. അപ്പോൾ ശ്വേതാ മേനോനൊപ്പം കുക്കു പരമേശ്വരനും സാരഥ്യത്തിലേക്ക് വരട്ടെ, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കുക്കു പരമേശ്വരൻ വരട്ടെ, ഇങ്ങനെയാണല്ലോ ഈ വോട്ട് ചോദിക്കുന്നതും അവിടെ താരങ്ങളുടെയൊക്കെ പിന്തുണ, നടീനടന്മാരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കുവാനുള്ള ശ്രമം നടത്തുന്നതും. അപ്പോൾ കുക്കു പരമേശ്വരൻ ഇങ്ങനെയുള്ള ആളാണ്. ഇവൾ സിനിമാ നടിമാരുടെയും ഒക്കെ വിഷമങ്ങൾ അത് ഒരു കൂട്ടായ്മയിൽ പറഞ്ഞപ്പോൾ അത് ഷൂട്ട് ചെയ്ത് അത് ആർക്കൊക്കെ എതിരെയാണോ ഈ കാര്യങ്ങൾ പറഞ്ഞത് അവരെ അറിയിക്കുന്ന രീതിയിൽ ആ മെമ്മറി കാർഡ് ഇടവേള ബാബുവിനെ ഏൽപ്പിക്കുകയുണ്ടായി എന്ന രീതിയിലുള്ള ആരോപണമാണല്ലോ. എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ എതിരെയാണോ പരാതി പറഞ്ഞിട്ടുള്ളത് അവരുടെ കൈകളിൽ ഈ മെമ്മറി കാർഡ് എത്തിയിട്ടുണ്ട്. അത് എത്തിച്ചത് കുക്കു പരമേശ്വരനാണ്. തുറന്നു പറഞ്ഞാൽ ഇതാണല്ലോ യഥാർത്ഥത്തിൽ കുക്കുവിനെതിരെയുള്ള ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ കുക്കു ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ, അവരുടെ ഈ അമ്മ അംഗങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങനെ മറുപടി നൽകിയിട്ടുണ്ടാവാം. പക്ഷേ ഇക്കാര്യം പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതായത് ഈ സ്ത്രീകളെ പറ്റിച്ചു കുക്കു പരമേശ്വരൻ, ആ രീതിയിലുള്ള പ്രചാരണമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുക്കു മറുപടി പറയേണ്ടതാണ്. അങ്ങനെ ഒരു മറുപടി പരസ്യമായിട്ടുണ്ടായിട്ടില്ലല്ലോ. മഞ്ജുഷ, വനിതാ താരങ്ങൾ ഉൾപ്പെടെ ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ടാണ് കുക്കു പരമേശ്വരനെതിരെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കാര്യമാണ് അവർ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ സിനിമാ സെറ്റുകളിൽ നേരിട്ട പ്രശ്നങ്ങൾ, ചില വ്യക്തികളുടെ പേരുകൾ പറഞ്ഞു, ഇതിന്റെ എല്ലാം അടങ്ങുന്ന മെമ്മറി കാർഡ് ഈ കുക്കു പരമേശ്വരന്റെ കൈവശമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുക്കു പരമേശ്വരൻ ഇത് വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് വെച്ച് വിലപേശുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന ഭയമാണ് ഈ വനിതാ താരങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുക്കു
പരമേശ്വരൻ ഈ സ്ഥാനത്ത് വരാൻ അർഹതയില്ല എന്ന നിലപാടിൽ തന്നെ പൊന്നമ്മ ബാബു അടക്കം നിലകൊള്ളുന്നത്. എന്തായാലും മഞ്ജു പിള്ളയുടെ പേര് പോലും ഇവിടെ പരാമർശിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ മഞ്ജു പിള്ളയോ മറ്റാരും തന്നെ ഇതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയില്ല. ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ തന്നെയാണ് പൊന്നമ്മ ബാബുവും ഉഷയും പറയുന്നത്. കാരണം ഇവർ പറയുന്നുണ്ട് മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ്, അത് പല ആവർത്തി ചോദിച്ചപ്പോഴും അത് ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചു, അത് സുരക്ഷിതമായി തന്നെ കയ്യിലുണ്ടെന്ന പലതരത്തിലുള്ള വാദങ്ങളാണ് കുക്കു പരമേശ്വരൻ ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ സ്ത്രീകളുടെ ഭയം എന്ന് പറയുന്നത് ഞങ്ങൾ എന്താണോ ആ വേദിയിൽ പറഞ്ഞത്, ചില ആളുകളുടെ പേരുകൾ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ആരെയാണോ ഇവര് എത്തിക്കുന്നത്, ഈ പരാമർശിക്കപ്പെട്ട ആളുകളിലേക്ക് തന്നെ ഈ പേരുകൾ എത്തിക്കുമോ, അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് എത്തിക്കുമോ, തങ്ങൾക്ക് ഭാവിയിൽ അതൊരു ഭീഷണിയായി മാറുമോ, എങ്ങനെ ധൈര്യത്തിൽ നമ്മൾ സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഈ സംഘടനയിൽ തന്നെ നിലനിൽക്കും എന്നൊരു ഭയം തന്നെയാണ് ഈ ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. നടി ഉഷ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഉഷ, ശരിക്കും എന്താണ് ഈ പ്രശ്നം, ഈ മെമ്മറി കാർഡ് വിവാദം? അതിപ്പോൾ ഈ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പൊന്നമ്മ ബാബു അതിനെക്കുറിച്ച് പറയുന്നു, താങ്കൾ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ആരാണ് ഇവിടെ തെറ്റുകാരിയായിട്ടുള്ളത്? അതായത് നമ്മുടെ മീറ്റു ഒക്കെ വളരെ സജീവമായിട്ട് നിന്ന സമയത്ത് WCC രൂപം കൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി നിലവിൽ വന്ന സമയമാണ്. ആ സമയത്താണ് കുക്കു പരമേശ്വരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അമ്മയുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് WCC കരയണ്ട, നമ്മുടെ അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടി നമുക്കൊന്ന് കൂട്ടായി ചർച്ച ചെയ്യാം. ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഒരു ആഫ്റ്റർനൂൺ എത്തണം എന്ന് പറഞ്ഞു. ആ ദിവസം എനിക്ക് ഓർമ്മയില്ല, ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോ ശരി, പിന്നെ നല്ല കാര്യമല്ലേ കുക്കു, അത് വേണം എന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് പെട്ടെന്ന് കുക്കു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ല. അതെനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ ഉടനെ എറണാകുളത്തുള്ള സീനത്തിനെ വിളിച്ചു, ആക്ട്രസ് സീനത്തിനെ വിളിച്ചു. സീനത്ത് ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിരുന്നു, പക്ഷെ കുക്കു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലാത്തൊരാളാണ്, അപ്പൊ പിന്നെ കുക്കു എങ്ങനെ വിളിക്കും നമ്മളെ? അത് സീനത്താണ് എന്നോട് ആ സംശയം പറഞ്ഞത്. അപ്പൊ ഞാൻ നേരെ ശരിയാണല്ലോ, അപ്പൊ ഞാൻ ബാബുവിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇടവേള ബാബുവിനെ വിളിച്ചു. ബാബു ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചപ്പോ ഞങ്ങൾ തന്നെ അമ്മയില് കുക്കു ഇങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമല്ലല്ലോ, അപ്പൊ പിന്നെ അതാണ് ബാബുവിനെ വിളിച്ചത്. അപ്പൊ ബാബു ജനറൽ സെക്രട്ടറി ആണ്. അപ്പൊ അവർ ഇല്ലല്ലോ, അമ്മ ഏർപ്പെടുത്തിയതാണ്, കുക്കുവിന് അതെല്ലാരെയും വിളിക്കാൻ ഏർപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ബാബുവിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ചെല്ലുമ്പോ പറഞ്ഞു സീനത്തുണ്ട്, പൊന്നമ്മ ബാബു ഉണ്ട്, പിന്നെ മഞ്ജു പിള്ള, ഞാൻ അതിനകത്ത് പറഞ്ഞ കുറച്ച് ആൾക്കാരെല്ലാവരും ഉണ്ട്. ഒരു 15 താഴെ ഉള്ളൂ, 12-13 പേരേ ഉള്ളൂ. ലളിത ചേച്ചിയും ഉണ്ട്. അത് ലാസ്റ്റ് ആണ് കേട്ടോ വന്നത്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പാണ് വന്നത്. അപ്പൊ നമ്മുടെ ഫോണെല്ലാം വാങ്ങി അവിടെ മാറ്റിവെച്ചു. എല്ലാവരും ഇങ്ങനെ വട്ടം ചുറ്റിയിരുന്നു. ഫോണൊക്കെ മാറ്റിവെച്ചു. ആരും ഫോണൊന്നും റെക്കോർഡ് ചെയ്യണ്ട, അതിന് അങ്ങനെ വേണ്ട, ഓഡിയോ പോലും റെക്കോർഡ് ചെയ്യണ്ട, മാറ്റിവെച്ചു. പറയൂ നിങ്ങളുടെ വിഷയങ്ങൾ പറയൂ, ചർച്ച ചെയ്യൂ, നമുക്ക് ചർച്ച ചെയ്യാം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2 ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ പ്രിയങ്ക ആരോ എന്നോട് പറഞ്ഞതേ, ഇത് നമ്മുടെ ഫോൺ വരെ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ അവിടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഉറക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല അത് ആവശ്യമാണ്, നമ്മളിത് അധികാരികൾക്ക്, ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പരാതികൾ അത് അറിയണമല്ലോ. ഒക്കെ തന്നെയാ പറയുന്നത്, അതൊക്കെ അറിയണ്ടേ നിങ്ങൾ എല്ലാവരും പറയൂ, അറിയണ്ടേ, ഇതൊക്കെ അറിയിക്കേണ്ട സ്ഥലത്ത് അത് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ എത്തിക്കും എന്ന് പറയുന്നു. അപ്പൊ പലരും പറയുന്നുണ്ട്, ചിലര് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് പറയാൻ മടിച്ചു ഉള്ളത്, അങ്ങനെയും ഉണ്ട്. കുറച്ചുപേര് മടിക്കുന്നുണ്ട് പറയാൻ, ചിലര് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലളിത ചേച്ചി വേഗം തന്നെ വടക്കഞ്ചേരിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ കൊണ്ട് മഞ്ജു പിള്ളയും പൊന്നമ്മ ബാബു ഒക്കെ താഴോട്ട് ഇറങ്ങി. ഞാനും സീനത്തും ലെസി ജോസും
കൂടെ താഴോട്ട് വന്നപ്പോൾ കുക്കു ബാബു വന്നു, അവിടെ ഇടവേള ബാബു വന്നു. അപ്പോഴാണ് ബാബു മേലെ എന്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇടവേള ബാബുവും കുക്കു അവിടെ നിൽക്കുന്നു. ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഈ ക്യാമറാമാൻമാരും വന്നു. ക്യാമറാമാൻമാർ പുറത്തോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അവരുടെ മുന്നിൽ വെച്ച് വേണോ ഇത് പറയാമെന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക ചോദിച്ചു. പറഞ്ഞു ഇല്ല, അവർ ഓൺ ചെയ്ത് വെച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പോയി. പിന്നെ അവരും വന്നു. ഈ മെമ്മറി കാർഡ് ഇത് ഭദ്രമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങൾ സേഫ് ആയിരിക്കും, അതൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ താഴെ വന്ന് ഇടവേള ബാബുവിന്റെ കയ്യിൽ കൊടുത്തോ മെമ്മറി കാർഡ്? അങ്ങനെയാണോ എന്നാണ് കുക്കു ഞങ്ങളോട് ഇടവേള ബാബുവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലും ഇടവേള ബാബുവിന്റെ കയ്യിൽ അത് സേഫ് ആയിട്ടുണ്ടെന്ന് പിന്നീട് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു അധികാരികളുടെ കയ്യിലോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ അപ്പോ തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങളപ്പോ ഇത് എന്താണ് ഇന്റേണൽ കമ്മിറ്റി, അതായത് ഒരു കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു എന്ന് ഒരു പുറത്തുനിന്ന് നിങ്ങളൊക്കെ കൂടെ കൂടിയാലോചിച്ച ഒരു കംപ്ലൈന്റ് സെല്ല് ലളിത ചേച്ചിയുടെ നേതൃത്വത്തിൽ മഞ്ജു പിള്ള, പൊന്നമ്മ ബാബു ഇവരൊക്കെ വന്നൊരു കംപ്ലൈന്റ് സെല്ല് ഉണ്ടാക്കിയോ എന്ന് ലിസി ജോസിന്റെ മകള് വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോഴാണ്, ഞങ്ങൾ റിസപ്ഷനിൽ ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കംപ്ലൈന്റ് സെല്ലിനെ കുറിച്ചൊന്നും ഒരു ചർച്ച അവിടെ ഉണ്ടായില്ല, അങ്ങനെ ഒന്നും ഇല്ലല്ലോ, ഇനി വലിയതായിട്ട് എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് വീണ്ടും ഒരു ചർച്ച വെക്കാമെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അങ്ങനെയൊന്നും കംപ്ലൈന്റ്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജഗദീഷ് ചേട്ടനെ ഇൻഫോം ചെയ്തു. ജഗദീഷ് ചേട്ടാ ഇതെന്താണ് പിന്നെ ഇങ്ങനെ ഒരു ചർച്ച, പിന്നെ ഞങ്ങളുടെ അടുത്ത് കംപ്ലൈന്റ് സെല്ലെന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു, ഞങ്ങളുടെ അടുത്ത് പരാതി ഉണ്ടെങ്കിൽ പറയണോന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ, പലരും ഒതുക്കി വെച്ചു അപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല നമുക്കറിയത്തില്ല, പിന്നെ ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോ മീഡിയയുടെ മുമ്പിലൊന്നും പോകരുത്, നിങ്ങൾ ലാലില്ല സ്ഥലത്ത്, അന്ന് തന്നെ ലാലേട്ടൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ് പുറത്തേതോ രാജ്യത്ത് പോയിരിക്കുക, ലാല് അവിടെ എത്തട്ടെ, ലാലിനെ ഞാൻ ഇൻഫോം ചെയ്യാം, ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു ജഗദീഷ് ചേട്ടൻ. പിറ്റേ ദിവസം ജഗദീഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞു ലാൽ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, ഇത് ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും, നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഇരിക്കുവോ? പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്, കുക്കുവിനോട് ചോദിച്ചിട്ടുണ്ട്, ബാബുവിനോട് സേഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സേഫായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ആ കമ്മിറ്റി നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അന്നത്തെ ഇവര് TV-യിൽ എഴുതി കാണിച്ച് നമ്മുടെ അറിയാത്ത ഒരു കമ്മിറ്റി, ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ അങ്ങ് പോയി. ആ കമ്മിറ്റി ഒന്നും വർക്കൗട്ട് ആയില്ല. അതിനുശേഷം ഒരു പിന്നെ IC ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ നിങ്ങൾ അതിൽ എന്താണ് സംശയിക്കുന്നത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർന്നത് എങ്ങനെയാണ്? അല്ലല്ല, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെയും ആഡ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയിലെ പെൺമക്കളല്ലേ? ഞങ്ങളിത് ചർച്ച ചെയ്തതാ. ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തു, ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ കുക്കു പരമേശ്വരനും ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഒരക്ഷരം പോലും മിണ്ടാതെ പുള്ളിക്കാരി അവധിന്ന് വേറെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ചെറിയ മാറ്റർ ഉണ്ടാക്കി കുറച്ചു പേരങ്ങ് ലെഫ്റ്റായി പോവുക ചെയ്തത്. ഞങ്ങൾ ചർച്ചയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഒക്കെ. അപ്പൊ നിങ്ങൾ ഇതിൽ എന്താ സംശയിക്കുന്നത് എന്താണ് ഉഷ? ഈ കുക്കു പരമേശ്വരനും ഇടവേള ബാബു ഇത് എന്ത് ചെയ്യുമെന്നാണ്? ഇതിനകത്ത് ഇപ്പോ പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. ഞാനിതിപ്പോ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഒരാള് ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ നിന്നപ്പോഴത്തേക്ക് അയാളെ വിളിച്ചിട്ട് പിന്നെ കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി ആവരുത് കേട്ടോ, മറ്റേ സംഭവം പൊക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഈ കൂട്ടായ്മയുടെ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത ഒരു ആളോട് കുക്കു വിളിച്ചു പറഞ്ഞു അല്ലേ? കൂട്ടായ്മയിൽ പങ്കെടുത്ത ആളോടല്ല, വേറെ ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞു നിങ്ങൾ മത്സരിക്കരുത്. മനസ്സിലായി. അതായത് ആ ആർട്ടിസ്റ്റിനെതിരെ ഈ കൂട്ടായ്മയിലുള്ള വനിതകൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ആളെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആലോചിക്കുന്നു, ഇത്രയും കാലം ഇവരിത് മൂടി വെച്ചിരിക്കുന്നത് ആരെയൊക്കെ ഇതിനകത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാവാം?
ആരെടുത്തൊക്കെ ഇത് ഒളിച്ചു വെച്ചത് പലർക്കും വേണ്ടിയിട്ടല്ലേ? ഇതിപ്പോ പിന്നെ അധികാരികൾക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുക്കാതിരുന്നത് അതുകൊണ്ടല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇത് അവരിങ്ങനെ ഓരോരുത്തരെയും ഇത് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അതായത് ആർക്കൊക്കെ എതിരെയാണോ പരാതി വന്നത് അവരെ ഭീഷണിപ്പെടുത്തുമെന്നുള്ള ആശങ്കയുണ്ട്. ഒപ്പം ആരൊക്കെയാണോ ഇങ്ങനെ പരാതി പറഞ്ഞത് അവരോടും നിങ്ങൾ ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും ഭീഷണി. രണ്ടുപേരെയും, രണ്ട് പക്ഷത്തുള്ളവരെയും, അല്ലേ, വനിതകളെയും അതുപോലെ തന്നെ ആർക്കൊക്കെ എതിരെയാണോ ഈ വനിതകൾ പരാതി പറഞ്ഞത് അവരെയും രണ്ടുപേരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നാണ്. അന്ന് ഉണ്ടായിരുന്ന പൊന്നമ്മ, അത് മാത്രമല്ല ഇന്നലെ അമ്മ രണ്ടാമതൊരു പിന്നെ IC ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കുക്കു പരമേശ്വരനും മാലാ പാർവതിയും ശ്വേതാ മേനോനുമാണ് IC ഉണ്ടായിരുന്നത്. ആ IC അവരുണ്ടായിരുന്ന കാലയളവിലൊന്നും അതിനു മുമ്പാണ് ഈ മെമ്മറി പിന്നെ ഇവരിത് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇതൊന്നും ഈ IC വന്നിട്ടില്ല, ചർച്ചയ്ക്ക് വന്നിട്ടില്ല, ഇവരന്വേഷിച്ചിട്ടില്ല. അതിലുണ്ട് ആ IC ഉണ്ടായിരുന്ന മാലാ പാർവതി ഇന്നലെ മാലയുടെ ഒരു പിന്നെ വീഡിയോ ഞാൻ കണ്ടു. അവർക്ക് ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇത്രയും സ്ത്രീകള് ഇങ്ങനെ പറയുമ്പോൾ അത് എങ്ങനെയാണ് അവർക്കൊരു അത് കോമഡി ആയിട്ട് തോന്നുന്നതാണ് അവർ ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടത്. എങ്ങനെയാണ് അതങ്ങനെ എടുക്കാൻ പറ്റുന്നത് കോമഡി ആയിട്ട്? അല്ല, ഇതേ കുക്കു പരമേശ്വരൻ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുകയാണ്. ആ കുക്കു മത്സരിക്കുന്നത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ. അതായത് സ്ത്രീ നേതൃത്വം വരണം എന്നുള്ളതാണല്ലോ. അത് ശ്വേതയുണ്ട്, കുക്കു ഉണ്ട്, അൻസിബ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി മത്സരിക്കുമ്പോൾ യോഗ്യതയില്ല എന്നുള്ളതാണല്ലോ ഞാൻ പറഞ്ഞ മത്സരം. അവർ ആ ഒരു ഈ സംഘടന നയിക്കാനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്ന് ആലോചിക്കണം എന്നാണ് ഞാൻ അന്ന് ആദ്യത്തെ ബൈറ്റിൽ പറഞ്ഞത്. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം എതിർപക്ഷത്തു നിന്ന് വരും. കുക്കുവിനെ ഈ സമയം മോശക്കാരിയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന രീതിയിലും വരും. അങ്ങനെയും ഒരു ആരോപണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആരോപണം ഉണ്ടാവും ഞാൻ മാത്രം അല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പറയുന്ന കാര്യമല്ലല്ലോ. ഇത് എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു, അതല്ലേ പൊന്നമ്മ ബാബു ഇന്നലെ പറഞ്ഞത്. അതിനകത്തുണ്ടായിരുന്ന ആൾക്കാർ ഓരോരുത്തരും ഉണ്ടല്ലോ. അവരടുത്ത് ഇതെങ്ങനെ ആരോപണമാവുന്നത്? ഇത് നടന്ന കാര്യമല്ലേ? ഇതിപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം പോലും ആവുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ സമ്മതമില്ലാതെ ഇക്കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് അത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഒരാൾ അമ്മയുടെ തലപ്പത്തേക്ക് മത്സരിക്കുന്നു. അത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇതിനെന്തെങ്കിലും ഏറ്റവും അവസാനം ഇതിനുള്ള മറുപടി എന്തായിരുന്നു? ഇപ്പോൾ ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായോ? അതോ ഈ പരസ്യമായിട്ട് വീഡിയോ ചെയ്തപ്പോഴാണോ വന്നത്? നിങ്ങളുടെ ഏതെങ്കിലും കമ്മിറ്റിയിൽ അവസാനം ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു മറുപടി കിട്ടിയത്? ഒറ്റ മറുപടി പോലും പറഞ്ഞില്ല. നമുക്ക് മത്സരത്തിൽ ആരൊക്കെ അന്ന് ഇലക്ഷൻ ആരൊക്കെയാണെന്ന് നോമിനേഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ ഈ പെൺമക്കളുടെ ഉണ്ടാക്കി അതിനകത്ത് ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട്, എല്ലാ വ്യക്തികളും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അപ്പോ പെണ്ണുങ്ങൾ മാത്രം കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്ന കൂട്ടത്തില് പ്രിയങ്ക ഈ വിഷയം എടുത്തിട്ടു. ഓർമ്മയുണ്ടോ? നമ്മളെ അന്ന് വിളിച്ചതിന് എന്ത് ചെയ്തു എന്നിട്ട് കുറെ പേരുടെ അവസരങ്ങൾ പോയി എന്നുള്ള അവിടെ സംസാരിച്ച കുറെ പേരുടെ അവസരങ്ങൾ ഉള്ളതും കൂടെ ഇല്ലാണ്ടായി എന്നുള്ളതല്ലാതെ എന്ത് പരിഹാരമാണ് ഉണ്ടായതെന്ന് പ്രിയങ്ക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോടാണ് പ്രിയങ്ക അത് എന്നെ പേര് വിളിച്ചിട്ടാണ് മെൻഷൻ ചെയ്തത്. ഞാനപ്പോ പറഞ്ഞു എനിക്കെല്ലാം ഓർമ്മയുണ്ട്, വരട്ടെ കുക്കു, വരട്ടെ പ്രിയ, നമുക്ക് ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് നോക്കട്ടെ, ഇതൊക്കെ വോയിസ് അതിനകത്ത് കിടപ്പുണ്ട്, വരട്ടെ നമുക്ക് സംസാരിക്കാം. ഇലക്ഷൻ വരുന്നതല്ലേ ഉള്ളൂ. അന്ന് ഡേറ്റും ഒന്നും ജനറൽ ബോഡി കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പൊ ഇടവേള ബാബുവിന് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള സംശയമുണ്ടോ? ഇടവേള ബാബുവും ചേർന്നുള്ള ഒരു ഒത്തുകളിയായിരുന്നു എന്ന്? ഇടവേള ബാബുവിന്റെ അറിവോടുകൂടിയാണല്ലോ ഇന്ന് നടന്നത്. ഇടവേള ബാബു ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഹാളിൽ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വന്ന് ഞങ്ങൾക്കൊക്കെ കൈ തന്നിട്ടാണ് പോയത്. ഞങ്ങളെല്ലാം പോയി, അവരവിടെ വന്നു. ഈ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ ഒരാളോട്, മത്സരിച്ചു കഴിഞ്ഞാൽ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന്. അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ? അറിയില്ല, ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ അമ്മയിലെ പെൺമക്കൾക്ക് വേണ്ടിയുള്ള ഒരു മത്സരമല്ല തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട് എങ്കിലും അവർ അമ്മയിലെ പെൺമക്കളുടെ പ്രതിനിധികളല്ല. അതാണോ ഉഷ? ഒരിക്കലും അല്ല. ശ്വേതാ മേനോനോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇനി ഞാൻ അത് തന്നെ വീണ്ടും ആവർത്തിക്കാൻ ശ്വേത നിൽക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കയും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഇതില്. ഈ കുക്കു പരമേശ്വരൻ നിൽക്കുന്നതിന്റെ ആശങ്കയും അവർ രണ്ടുപേരും നയിക്കാൻ യോഗ്യരാണോ എന്ന് അംഗങ്ങൾ ആലോചിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, നടി ഉഷയാണ് പ്രതികരിച്ചത്. എന്തായാലും അമ്മയിൽ നടക്കുന്നത് നല്ല കാര്യങ്ങളല്ല. അവിടെ ഒരു മെമ്മറി കാർഡ് വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. അതേക്കുറിച്ചാണ് നടി ഉഷ പ്രതികരിച്ചത്. നേരത്തെ പൊന്നമ്മ ബാബുവും ഇതേക്കുറിച്ചുള്ള ആശങ്ക പറഞ്ഞിരുന്നു. കുക്കു പരമേശ്വരൻ നടിമാരെ ചതിക്കുകയാണ്
ായത് എന്നും അവരുടെ വീഡിയോ പകർത്തി അവരാർക്കൊക്കെ എതിരെയാണോ പരാതി പറഞ്ഞത് അവരെയും ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പോൾ അമ്മയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മത്സരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. നടി ഉഷയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതേസമയത്ത് തന്നെയാണ് സിനിമാ നയം രൂപീകരിക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി തിരുവനന്തപുരത്ത് ചേരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയരൂപീകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫിലിം കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സുഹാസിനി തുടങ്ങിയവർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമാ സംഘടനകളുടെ KSFDCയുടെ തലവനായ കെ മധു പങ്കെടുക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കുന്ന ഫിലിം കോൺക്ലേവിനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നത്. നിയമസഭയിലെ ശങ്കരൻ നാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ഫിലിം കോൺക്ലേവ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.